തൊട്ട് ഫ്രണ്ടിലായിട്ടായിരുന്നു ഈ കുഞ്ഞ് സംശയിച്ച വാഹനം ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ മരുന്ന് ഇറക്കിയിട്ട്, എൻ്റെ മെഡിക്കൽ വണ്ടിയായിരുന്നു, മെഡിക്കലും മരുന്ന് ഇറക്കുന്ന എമർജൻസി വണ്ടിയാണ്. അപ്പൊ അത് ഇറക്കിയിട്ട് വരുന്ന വഴിക്ക് ഓപ്പോസിറ്റ് ഒരു വണ്ടി, ഒരു പാമ്പ് പോലെ ഈ വരുന്ന വഴി ദൂരേന്ന് നമുക്ക് കാണാൻ പറ്റി. അപ്പൊ അത് എന്റെ വണ്ടി ഇടിക്കും എന്ന് ഉറപ്പായതുകൊണ്ട് ഞാൻ പതുക്കെ ബ്രേക്ക് അപ്ലൈ ചെയ്തു. ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഞാൻ ബ്രേക്ക് അപ്ലൈ ചെയ്ത് വെച്ചപ്പോഴത്തേക്കാണ് എനിക്ക് തോന്നി നമുക്ക് ഇടി കിട്ടുമെന്നത് എനിക്കൊരു ഉറപ്പുണ്ട്, ഇടി കിട്ടുമെന്ന് ഉറപ്പുണ്ട്. ആ വര പണ്ട് കേപ്പ അപ്പൊ ഞാൻ ഒരുപ്പോഴത്തേക്ക് ഇവര് സൈഡ് ചേർന്ന് അവരുടെ ഈ സൈഡിൽ പോയി സാവധാനം പോയ വണ്ടിയായിരുന്നു. അപ്പൊ ഈ വണ്ടിക്കിട്ടാണ് ഈ നല്ല സ്പീഡിൽ വന്നിട്ട് ഈ വണ്ടി വന്ന് ഇടിച്ചത്. ആ ഇടിയോടുകൂടി ഈ ഇടിച്ച കാർ 2 വട്ടം കറങ്ങുകയും മറ്റേ കാർ 1 വട്ടം കറങ്ങി സൈഡിലോട്ട് മാറുകയോ ചെയ്തത്. കാറ് മറിഞ്ഞിരുന്നോ? ഈ കുഞ്ഞ് സഞ്ചരിച്ചിരുന്ന കാറ് മറിഞ്ഞോ? കാറ് മറിഞ്ഞില്ല. ഒരു നമ്മുടെ എന്താ പറയാ, ആ ഇടിയോട് കൂടി ഒരു മരത്തിന്റെ സൈഡിലോട്ട് ഈ വണ്ടി 2 വട്ടം ചരിഞ്ഞ് അങ്ങോട്ട് നല്ലൊരു ഷെയ്ക്കായിട്ട് മാറുകയോ ചെയ്തത്. ആ ഓപ്പോസിറ്റ് വന്ന വണ്ടി കാറിന്റെ, ഈ കുഞ്ഞ് സഞ്ചരിച്ചിരുന്ന കാറിന്റെ ഏത് ഭാഗത്താണ് ഇടിച്ചത്? കണ്ണിന്റെ റൈറ്റ് സൈഡിലാണ് ഇടിച്ചത്. പിന്നീട് താങ്കൾ വണ്ടി നിർത്തി ഇറങ്ങി ചെന്നു അവിടേക്ക്? ഞാൻ വണ്ടി നിർത്തി ഇറങ്ങി ചെന്നു. ഞാൻ വണ്ടി നിർത്തി ഇറങ്ങി ചെന്നപ്പോഴത്തേക്ക് എന്റെ പുറയിൽ വെള്ളം കൊണ്ട് വരുന്ന വണ്ടി ഉണ്ടായിരുന്നു. ആ വെള്ളം കൊണ്ട് വരുന്ന വണ്ടിയുടെ ഹെൽപ്പറാന്ന് തോന്നുന്നു. അവൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഇറങ്ങി വരാൻ പറഞ്ഞു. വന്ന് വാ ഏട്ടാന്ന് പറഞ്ഞിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുകൂടി കൂടിയാണ് ആ വണ്ടി, ഈ കാറിന്റെ ഡോറ് കുത്തി പൊളിച്ചത്. കൈകൊണ്ട് തന്നെ കുത്തി പൊളിച്ചു. ആ കുഞ്ഞിനെ എന്റെ തെരുവാണ് ചെയ്തത്. ആ കുഞ്ഞിനെ തോളത്ത് ഞാൻ ഇട്ടു. തോളത്ത് കുഞ്ഞിന് മുറിവുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പം കുഞ്ഞിന്റെ മുത്തച്ഛിക്ക് അതിന് കാലിൽ കൂടെ ബ്ലഡ് വന്നുകൊണ്ട് ഒന്നും സംസാരിക്കാൻ പറ്റാതെ നീ നിൽക്കുമായിരുന്നു ചെയ്തത്. അപ്പൊ എല്ലാവരെയും മെന്റാലിറ്റി മൊത്തം ആ കുഞ്ഞിന്റെ വല്യമ്മയുടെ ഇതായിരുന്നു. അവര് മരണപ്പെട്ടെന്ന രീതിയിലാണ് എല്ലാവരുടെയും ചിന്താഗതി. അപ്പൊ ആ സമയം കൊണ്ട് ഞാൻ എന്താ പറയാ, ഓപ്പോസിറ്റ് വന്ന ഇടിച്ച വണ്ടിയുടെ ഡോർ ഈ കുഞ്ഞിനെ തോളത്ത് വെച്ചുകൊണ്ടാണ് ഞാൻ മറ്റേ കാറിന്റെ ഡോറ് വലിച്ചു തുറന്നത്. അവരെയും ഞാൻ പുറത്തിറക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഓക്കെ ആണോ എന്ന് ചോദിച്ചു. ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അവര് റോങ് അല്ലേ. ഞാൻ പറഞ്ഞു, ചേട്ടാ റോങ് ഒക്കെ പിന്നെ നമുക്ക് സംസാരിക്കാം, ആദ്യം നമുക്ക് ഒന്നിച്ച് ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞ് അന്നേരം സംസാരിച്ചത്. അപ്പോൾ ഈ കുഞ്ഞിന് നമ്മൾ ചിന്തിക്കുന്നത് വലിയ പരിക്കൊന്നും കാണുന്നില്ല, കുഞ്ഞ് ഓക്കെ ആണെന്നാണ് നമ്മൾ കരുതുന്നത്. കുഞ്ഞിന് ഒരു മുറിവ് പോലും ഇല്ലായിരുന്നു. കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ട്. എന്റെ തോള് നടക്കുമ്പോൾ എനിക്ക് അറിയാൻ പറ്റും എനിക്ക് ഹാർട്ട് ബീറ്റ്. അപ്പോൾ ഞാൻ ചെയ്തു, ഇവരെല്ലാം ആൾക്കാരെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചെയ്തു, എനിക്കൊരു മോനാണേ. അപ്പൊ മോനായപ്പോഴത്തേക്ക് എനിക്ക് കുഞ്ഞിനെ എന്റെ മോനെ എടുത്ത പരിചയമുള്ളതുകൊണ്ട് അവനെ ഉണർത്തുന്നത് അവന്റെ കാല് ചൊറിഞ്ഞിട്ടാണ് എന്റെ ആവശ്യമായിട്ട് ഉണർത്തുന്നത്. അപ്പൊ അതേപോലെ തന്നെ ഞാൻ ഈ കുഞ്ഞിന്റെ കാലിന്റെ വെള്ളം ചൊറിഞ്ഞു വെക്കിട്ട് ഒരു റെസ്പോണ്ടും കാണിക്കാത്തപ്പോഴത്തേക്ക് ഞാൻ ഈ കുഞ്ഞിന്റെ അമ്മയോട് ഹോസ്പിറ്റലിൽ ചെന്ന് പറഞ്ഞു, ചേച്ചി അവരെക്കാൾ ഇളയതാണല്ലോ, അവർ ചേച്ചിന്നാ വിളിക്കുന്നത്. ഞാനവരെ ചേച്ചി ഒന്ന് വരാവോ, കുഞ്ഞിന് അനക്കമില്ല. എന്താ ചേട്ടാന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഓടി വരികയും പെട്ടെന്ന് ഞാൻ എന്റെ പിക്കപ്പെ കയറ്റിക്കൊണ്ടാണ് ഞാൻ വല്ലവരോട് ചോദിച്ചിട്ട് ആരും സമ്മതിച്ചില്ല. അപ്പോഴാണ് പെട്ടെന്ന് എന്റെ പിക്കപ്പെ കയറ്റി ഞാൻ ചങ്ങനാശ്ശേരി താലൂക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. അവിടെ എത്തിച്ച് ഡോക്ടറെ നമ്മൾ ഏൽപ്പിച്ചു അല്ലെ? അവിടെ ഏൽപ്പിച്ചു. അപ്പൊ അങ്ങോട്ട് കയറുന്ന വഴിക്കാണെങ്കിൽ അവിടെ വളവ് തിരിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പിക്കപ്പിന്റെ ബാഗ് കാണത്തില്ല. അപ്പൊ അതിന്റെ ബാക്കിന്റെ വേറൊരു കാറിന്റെ മൾഗാർഡ് പറിച്ചുകൊണ്ടാണ് നമ്മുടെ വണ്ടി കയറിപ്പോയത്, ബൈക്ക് കാണത്തോണ്ട്. ഈ നമ്മൾ കുഞ്ഞിനെ കൊണ്ട് പിക്കപ്പിനകത്ത് കയറാൻ കാര്യം, നമ്മൾ വേറെ വണ്ടികൾ ചോദിച്ചപ്പോൾ ആരും വന്നില്ല. എല്ലാവരുടെയും ശ്രദ്ധ കുഞ്ഞിന്റെ മുത്തശ്ശിയുടെ പക്കലായിരുന്നു. അവർക്കാണ് പരിക്ക് പറ്റിയത്. അവരെ പിന്നെ എങ്ങനെയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്? ആംബുലൻസ് വന്നോ? അവരെ പറ്റി ആംബുലൻസ് കൊണ്ടുവന്നാണ് പിന്നെ ഞാൻ അറിഞ്ഞത്, ആംബുലൻസ് വന്നാ അറിഞ്ഞത്. പക്ഷെ എന്റെ കുഞ്ഞിനെ കൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ എത്തിക്കണം എന്നുള്ള ഒരു ചിന്താഗതി മാത്രമേ എനിക്ക് ഉണ്ടായുള്ളൂ. കാരണം കൊച്ചു കുഞ്ഞല്ലേ. കാരണം ഒരു 10 മാസമായ കുഞ്ഞിന്റെ പരിക്കെന്തോ നമുക്ക് തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് കുഞ്ഞിനെ രക്ഷപ്പെടുത്തണമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. കാരണം കുഞ്ഞിന് ബ്ലഡൊന്നും ഇല്ല, പരിക്കില്ല, വേറെ മുറിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ മാത്രമേ ചിന്തിച്ചുള്ളൂ. ഈ താലൂക്ക് ആശുപത്രിയിൽ ഏൽപ്പിച്ചു. എന്നിട്ട് താങ്കൾ പിന്നെ നമുക്കൊരു മനസ്സിനൊരു സമാധാനമായി, കുഴപ്പമില്ല എന്നുള്ളത് അങ്ങനെ ചിന്തിച്ചു അല്ലേ? കുഞ്ഞിനെ കാരണം നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ വേണ്ടി കോൾ വന്നു, ഒരു ഇടയ്ക്കൊരു കോൾ വന്നു, നിങ്ങൾ എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ വേണ്ടി ഏതെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് പറഞ്ഞ എനിക്ക് കോൾ ആരെ വിളിച്ചെന്ന് ഇപ്പോഴും അറിയത്തില്ല കേട്ടോ. അപ്പൊ ഞാൻ അതിന് ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. അപ്പൊ എനിക്ക് പരിചയമുള്ള ഒരു ഹോസ്പിറ്റലാണ് താലൂക്ക് ഹോസ്പിറ്റൽ, കാരണം ഞാൻ മരുന്ന് ഇറക്കുന്ന ഹോസ്പിറ്റലാണ്. അവർ ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. അപ്പോൾ അവിടെ നിന്നാണ് ചെത്തിപ്പുഴ ഹോസ്പിറ്റലിലോട്ട് അവർ ട്രിപ്പ് ഇട്ടുകൊണ്ട് കുഞ്ഞിനെ എല്ലാം ഫെസിലിറ്റിയും കൊടുത്തോണ്ട് അവരാണ് ആംബുലൻസ് ഒക്കെ അറേഞ്ച് ചെയ്ത് വിട്ടത്.